നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഉടൻ തുറന്നേക്കും. തിയേറ്ററുകൾ തുറക്കാൻ അനുകൂല സാഹചര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. തിരുപ്പൂക്കയിൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാറ് മൂലം പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് മഞ്ചേരി സ്റ്റേഡിയം വേദിയാകുന്നു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ മഞ്ചേരിയിൽ നടക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ വീണ്ടും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 15,768 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഉടൻ തുറന്നേക്കും. തിയേറ്ററുകൾ തുറക്കാൻ അനുകൂല സാഹചര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. TPR നിരക്ക് കുറഞ്ഞു വരികയാണെന്നും തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും തുറക്കുന്ന കാര്യം സർക്കാർ ഉടൻ പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ് വ്യാപന തോത് ഗണ്യമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ സർക്കാർ ആലോചിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. തിയേറ്ററുകൾ തുറക്കാൻ അനുകൂല സാഹചര്യമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. TPR നിരക്ക് കുറഞ്ഞു വരികയാണ്. തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും തുറക്കുന്ന കാര്യം സർക്കാർ ഉടൻ പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. TPR നിരക്ക് 8% താഴെയെങ്കിലും വന്നാൽ മാത്രമേ തിയേറ്ററുകൾ തുറക്കൂ എന്നാണ് സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ കോവിഡ് വ്യാപനം കുറഞ്ഞപ്പോൾ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ കൂടിയതോടെ വീണ്ടും അടയ്ക്കുകയായിരുന്നു. തിയേറ്ററുകൾ തുറക്കണമെന്ന ആവശ്യം ചലച്ചിത്ര പ്രവർത്തകരും നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇപ്പോൾ സിനിമകൾ റിലീസ് ചെയ്യുന്നത്. തിരുപ്പൂക്കയിൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാറ് മൂലം പുക ഉയർന്നത് പരിഭ്രാന്തിക്ക് ഇടയാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാറ് മൂലം പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെ തിരുപ്പൂക്കയിലാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം സ്വദേശി സഞ്ജു സേവാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ നിന്നുമാണ് പുക ഉയർന്നത്. ചമ്പ്രയിൽ നിന്നും തിരുവിലേക്കുള്ള യാത്രാമധ്യയാണ് സംഭവം. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാരും നാട്ടുകാരും കാർ പിന്തുടർന്ന് കാർ നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് വലിയൊരു വിസ്ലിങ്ങോട് കൂടിയിട്ട് ഒരു കാറ് വലിയ ബാക്കിൽ നിന്ന് പതിവിലധികം പുക തുപ്പിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തീ തുപ്പിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു വാഹനം മുന്നോട്ട് പോകുന്ന രംഗമാണ് പെട്ടെന്ന് ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് കണ്ടത്. ഉടനെ തന്നെ റോഡിൽ ഇറങ്ങുകയും അപ്പോൾ തന്നെ നമ്മളെ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഈ നിൽക്കുന്ന സുഹൃത്ത് അവരെ വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ആ കുടുംബത്തിനെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് താഴെ ഇറക്കി അവരെ മാറ്റി നിർത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു വലിയ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും പുകയും കൂടി ഇവിടെ ആകെ കണ്ണ് കാണാത്ത രീതിയിലുള്ള വലിയ ഒരു പുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഫയർ സർവീസിനെ വിളിച്ചു. അവർ പെട്ടെന്ന് തന്നെ വന്ന് അപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ പുക നിന്നിരുന്നു. എന്നാലും ബാക്കി ബോണറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് അവർ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയൊരു ദുരന്തം ആളുകളുടെ വേവലാജ്യം മാറിക്കിട്ടി. തുടർന്ന് പ്രദേശവാസികളും തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ടീമും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തിരു പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ P. സുനിൽ, അബ്ദുൽ മനാഫ്, ദുൽഖർനൈനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. സെപ്റ്റംബർ 27 ഭാരത് ബന്ദ് സംസ്ഥാനത്ത് ഹർത്താലായി ആചരിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ തീരുമാനം. 22-ന് പ്രധാന തെരുവുകളിൽ ജ്വാല തെളിയിച്ച് ഹർത്താൽ വിളംബരം നടത്താനും തീരുമാനം. സെപ്റ്റംബർ 27 ഭാരത് ബന്ദ് സംസ്ഥാനത്ത് ഹർത്താലായി ആചരിക്കാൻ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി തീരുമാനിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാകും ഹർത്താൽ. 10 മാസമായി കർഷകർ നടത്തുന്ന പ്രക്ഷോഭത്തിന് പരിഹാരമുണ്ടാക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയാണ് ഭാരത് ബന്ദ് സംഘടിപ്പിക്കുന്നത്. പത്രം, പാൽ, ആംബുലൻസ്, മരുന്ന് വിതരണം, ആശുപത്രി സേവനം, വിവാഹം, രോഗികളുടെ സഞ്ചാരം, മറ്റ് അവശ്യ സർവീസുകൾ എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ തെരുവുകളിലും പ്രതിഷേധ ശൃംഖല സംഘടിപ്പിക്കും. സെപ്റ്റംബർ 22-ന് പ്രധാന തെരുവുകളിൽ ജ്വാല തെളിയിച്ച് ഹർത്താൽ വിളംബരം ചെയ്യും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ് സെന്ററും TCV സ്റ്റോറും TCV ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ് സെന്ററും TCV സ്റ്റോറും TCV ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV, ബ്രോഡ്ബാൻഡ് ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ഒരുക്കിയാണ് TCV സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. കേബിൾ TV ഓപ്പറേറ്ററെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം
കേബിൾ ടി അസോസിയേഷൻ്റെ ഹൃദയഭൂമികളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന തിരൂരിൽ ഇന്ന് മഹത്തായ 2 സംരംഭങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് 5 ലക്ഷത്തോളം വരുന്ന ബ്രോഡ്ബാൻഡ് സംവിധാനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് ദാതാക്കളായി കേരളവർഷം മാറിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉപഭോക്താക്കൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം നൽകുന്നതിൻ്റെ ഭാഗമായി കസ്റ്റമർ സപ്പോർട്ടിംഗ് സെന്റർ എന്ന തരത്തിലുള്ള ഒരു ഓഫീസാണ് ഇന്ന് ഇവിടെ തുറന്ന് പ്രവർത്തിച്ചത്. തിരൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയിലൂടെ വളർന്നു വന്ന വലിയൊരു പ്രസ്ഥാനമാണ് TCV. ആ TCVയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു കേബിൾ TV അക്സസറീസ് നൽകുന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചത്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഇവിടുത്തെ ഓപ്പറേറ്റർമാർ ഓരോ രീതിയിലും അതിൻ്റെ പുരോഗതിയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 സ്തംഭങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഉദ്ഘാടനം എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു. TCVയുടെ കീഴിൽ കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ആവശ്യമായ കേബിളും മറ്റ് അക്സസറീസും വിൽക്കുന്ന ഒരു സ്ഥാപനം നേരത്തെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു ഷോപ്പിൻ്റെ രീതിയിൽ ഒരു റിനോവേഷനോടുകൂടി ഇന്ന് വീണ്ടും കുറച്ചും കൂടെ സാധന സാമഗ്രികളോടുകൂടി തുറന്ന് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് കേരളവർഷം ബ്രോഡ്ബാൻഡ് കസ്റ്റമേഴ്സിനും ഓപ്പറേറ്റർമാർക്കും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി കേരളവർഷം ബ്രോഡ്ബാൻഡിൻ്റെ ഒരു കസ്റ്റമർ സപ്പോർട്ട് സെൻ്റർ കൂടി TCVക്ക് കീഴിൽ ഇന്നിവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ്. CIA ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥ്, ജില്ലാ സെക്രട്ടറി ഗോപിനാഥൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലയിലെ ടെക്നീഷ്യന്മാർ, ചാനൽ പ്രവർത്തകർ, ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി UDF താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കുട്ടി അഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ, ഡീസൽ, പാചകവാതക വില വർധനവ് പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റുതുലയ്ക്കുന്ന കേന്ദ്ര നയം തിരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് UDF താനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കുട്ടി അഹമ്മദ് കുട്ടി ധർണ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ P. രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. DC ജനറൽ സെക്രട്ടറി O. രാജൻ, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് K. മുത്തുക്കോയ തങ്ങൾ, MP അഷ്റഫ്, P. വാസുദേവൻ, YP ലത്തീഫ്, PK ഹൈദ്രോസ് മാസ്റ്റർ, പ്രസന്നകുമാരി ടീച്ചർ, സുകുമാരൻ കൊടിയേരി, K. സൽമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന് വില കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അനുസൃതമായി സംസ്ഥാന ഗവൺമെന്റും നികുതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, മുൻപത്തെ UDFന്റെ മന്ത്രിസഭയുണ്ടായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഓരോ സമയവും പെട്രോളിന് വില കൂടുന്ന സമയത്ത് സംസ്ഥാനത്തിന് കിട്ടുന്ന അധിക വരുമാനം ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പിടിച്ചു നിർത്തിയത്. ഇപ്പോഴത്തെ ഗവൺമെന്റോ ഓരോ നിലക്കും ഒഴിവാക്കുക എന്ന് മാത്രമല്ല വേറെയും സെസ്സുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് ഈ പെട്രോളിന്റെ കൊള്ളത്ത് കൂട്ടുനിൽക്കുന്നത്. ഇപ്പൊ GSTയിലാക്കുക എന്ന ഒരു ആലോചന വന്നപ്പോഴേക്കും സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാട്, GST കൗൺസിൽ എടുത്ത നിലപാട്, അതിന്റെ മുന്നെടുത്ത നിലപാട് അതിലേക്ക് പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ, വൈസ് ചെയർപേഴ്സൺ CK സുബൈദ, VP ശശികുമാർ, നൂഹ് കരിങ്കപ്പാറ, KC ബാവ, VN കുഞ്ഞാബാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് മഞ്ചേരി സ്റ്റേഡിയം വേദിയാകുന്നു. അടുത്ത സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരം മഞ്ചേരിയിൽ നടക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. അണ്ടർ-16 ഫുട്ബോൾ ക്യാമ്പ് കേരളത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തലസ്ഥാന നഗരം വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ഒരു മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്തുമെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയാകുന്നത്. ഫെബ്രുവരിയിൽ നടക്കുന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലെ 3ാം T20ക്കാണ് കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുക. സന്തോഷ് ട്രോഫി ദേശീയ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം മഞ്ചേരിയിൽ നടത്തും.
അടുത്ത വർഷം ആദ്യമാണ് മത്സരം നടക്കുക. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യ അണ്ടർ-16 ടീമിന്റെ ക്യാമ്പ് കേരളത്തിൽ നടത്താൻ തയ്യാറാണ്. ആഴ്ചയിൽ ഒരു ദിവസം പ്രാദേശിക ടീമുകൾക്ക് ദേശീയ ടീമുമായി മത്സരിക്കാൻ അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി സർക്കാർ നേരിട്ട് തന്നെ ഇത്തരത്തിലൊരു MOU സൈൻ ചെയ്യാൻ പോകുന്നത്. അതിൽ പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ ഫുട്ബോൾ മത്സരങ്ങളും അതോടൊപ്പം തന്നെ കോച്ചിങ് ക്യാമ്പുകളും സംഘടിപ്പിച്ചുകൊണ്ട് അത് ഘട്ടം ഘട്ടമായി സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ലോക വനിതാ ഫുട്ബോളിലെ 4 പ്രമുഖ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഡിസംബറിൽ കൊച്ചിയിൽ നടക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പുകൾ കേരളത്തിൽ സംഘടിപ്പിക്കും. വനിതാ ഫുട്ബോൾ, ബീച്ച് ഫുട്ബോൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കും. പ്രധാന മൈതാനങ്ങൾ കായിക ഇതര ആവശ്യങ്ങൾക്ക് നൽകില്ലെന്നും ഇതിനായി സർക്കാർ ഉത്തരവിറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPI തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംരക്ഷണ അവകാശ ദിനത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. താനൂർ മണ്ഡലം കമ്മിറ്റി പുത്തൻതെരുവിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. മഹിളാ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K. സുലോചന ഉദ്ഘാടനം ചെയ്തു. CPI തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംരക്ഷണ അവകാശ ദിനത്തിന്റെ ഭാഗമായി ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി K. ഹംസ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PJ രാജേഷ് മാസ്റ്റർ, മഹിളാ സംഘം നേതാക്കളായ PV ഉഷ, നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ ശാന്ത ടീച്ചർ, ഹാജറ, പാത്തുമ്മക്കുട്ടി, സ്വപ്ന യേശുദാസ്, ദേവയാനി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നന്ദൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. CPI താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻതെരുവിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. മഹിളാ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് K. സുലോചന ഉദ്ഘാടനം ചെയ്തു. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീക്ക് വേണ്ടി പോരാടാനും അവളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സാന്നിധ്യം കൂടിയേ തീരൂ. അത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളുടെയും കഥ അതാണ്. സ്ത്രീക്ക് ഇന്ന് എന്തിൻ്റെ പേരിലാണ് സ്ത്രീയെ അവഗണിച്ച് മാറ്റി നിർത്തേണ്ട അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. സാക്ഷരതയുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഏത് മേഖല എടുത്തു നോക്കിയാലും സ്ത്രീ പുരുഷന്റെ തുല്യം അല്ലെങ്കിൽ ഒരു പടി മുമ്പിൽ നിന്നുണ്ട്. മണ്ഡലം സെക്രട്ടറി കേപുരം സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കൗൺസിൽ അംഗം AP സുബ്രഹ്മണ്യൻ, PS സാദേവൻ, രജനി ചേനിയാട്ടിൽ, VS സനൂജ, MK രാധ, PV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ സ്ത്രീധനം വാങ്ങിയാൽ ബിരുദം നഷ്ടമാകും. വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം എഴുതി വാങ്ങി സർവകലാശാല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് സത്യവാങ്മൂലം നിർബന്ധമാക്കിയത്. കേരളത്തിൽ സ്ത്രീധന പീഡനം മൂലമുള്ള മരണങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഏവർക്കും മാതൃകയാകുന്ന നിലപാടുമായി കാലിക്കറ്റ് സർവകലാശാല രംഗത്തെത്തിയത്. വിദ്യാർത്ഥികൾക്ക് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നിർബന്ധമാക്കിയാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ വിജ്ഞാപനം. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നിർബന്ധമാക്കിയത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാവും എഴുതി നൽകണം. ഭാവിയിൽ സ്ത്രീധനം വാങ്ങിയാൽ ബിരുദം തിരിച്ചു നൽകണമെന്നും നിർദ്ദേശമുണ്ട്. സർവകലാശാലയിൽ ബിരുദ പ്രവേശനത്തിനുള്ള 1ഉം 2ഉം ഘട്ട അലോട്ട്മെന്റുകളെ തുടർന്ന് പ്രവേശന നടപടി തുടങ്ങിയ ശേഷമാണ് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നത്. നിലവിൽ പ്രവേശനം നേടിയവരിൽ നിന്നും പിന്നീട് സത്യവാങ്മൂലം സ്വീകരിക്കും. കൊല്ലത്ത് സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള സർക്കാർ ജീവനക്കാരനായ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതും അതിനുശേഷം കണ്ണൂർ അടക്കമുള്ള മറ്റു ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളിൽ നിന്ന് സ്ത്രീധന വിരുദ്ധ സത്യവാങ്മൂലം വാങ്ങണമെന്ന നിർദ്ദേശം ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ക്യാമ്പസുകളിൽ സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിനുകളും നടത്തിയിരുന്നു. +1 പരീക്ഷയുടെ മുന്നോടിയായി സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും അണുയുക്തമാക്കി SFI പ്രവർത്തകർ. നിറമുതൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് SFI സ്റ്റുഡൻസ് ബറ്റാലിയൻ ശുചീകരണ പ്രവൃത്തി നടത്തിയത്. +1 പരീക്ഷ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നിറമുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരീക്ഷയ്ക്ക് ആവശ്യമായ 32ഓളം ക്ലാസ് മുറികളും സ്കൂൾ പരിസരവുമാണ് SFI നിറമുതൽ സ്റ്റുഡൻസ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ അണുയുക്തമാക്കിയത്. SFI നിറമുതൽ ലോക്കൽ സെക്രട്ടറി വിഷ്ണു, ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ഷിഫാന തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പരപ്പനങ്ങാടി പാലത്തിങ്ങൽ നഗര താണിപ്പുഴ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിക്ക് തുടക്കം. നഗരസഭാ ചെയർമാൻ A. ഉസ്മാൻ ഞാറുനടൽ ഉദ്ഘാടനം ചെയ്തു.
പരപ്പനങ്ങാടി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെയും നഗര തണ്ടാണിപ്പുഴ പാടശേഖര സമിതിയുടെയും ആഭിമുഖ്യത്തിൽ നെൽകൃഷിക്ക് തുടക്കമായി. പാലത്തിങ്ങൽ നഗര തണ്ടാണിപ്പുഴ പാടശേഖരത്തിലെ 20 ഏക്കറിൽ ഉമ നെൽവിത്തിറക്കി മുണ്ടകൻ കൃഷിയാണ് തുടങ്ങിയിട്ടുള്ളത്. ഞാറുനടിയിൽ ഉത്സവം നഗരസഭാ ചെയർമാൻ എ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ കെ ഷഹർബാനു അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ടി.വി. മുസ്തഫ, സി. നിസാർ അഹമ്മദ്, കൗൺസിലർമാരായ എ.വി. ഹസൻ കോയ, അസീസ് പൂളത്ത്, കെ. റംലത്ത്, ADC അംഗങ്ങളായ കെ. മുസ്തഫ, E.T. അബ്ദുൽ നാസർ, പാടശേഖര സമിതി പ്രസിഡന്റ് കെ. മുഹമ്മദ്, കൺവീനർ കെ. മുസ്തഫ, അംഗങ്ങളായ MP ജിതേഷ്, വി. അബ്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. നാട്ടുകാർ കൈകോർത്തു. റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കേലപ്പുറം മണ്ണിശ്ശേരി റോഡ് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. കെ. മുത്തുക്കോയത്തങ്ങൾ റോഡിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പരസ്പരം തോളോട് തോൾ ചേർന്ന് നാട്ടുകാർ പ്രവർത്തിച്ചതിന്റെ ഫലമായി 40 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമായത്. പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന കേലപ്പുറം മണ്ണിശ്ശേരി റോഡാണ് നാട്ടുകാർ കൈകോർത്തതോടെ യാഥാർത്ഥ്യമായത്. എല്ലാം മറന്ന് പരസ്പരം യോജിച്ചു മുന്നേറിയ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയും എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് ഇത്. റോഡിന്റെ ഉദ്ഘാടനം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ. മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു. നാടിന്റെ ഏറെ കാലത്തെ ഒരു ചിരകല അഭിലാഷമാണ് ഇവിടെ പൂവണിഞ്ഞുള്ളത്. ഒരു 50 വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് ഈ റോഡിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ന് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് താമസിക്കുന്ന ധാരാളം ആളുകൾക്ക് ഒരു ആശ്രയമായിട്ടുള്ള ഒരു റോഡാണിത്. അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് നമ്മൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 3 അടി വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് പിന്നെ അങ്ങാടിയിലെ നമ്മളെ വലിയ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാനും മറ്റതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നു. ഒരുപാട് ആളുകൾ നമുക്കറിയാം, ഈ പ്രദേശത്തുകാരെ പോലെ തന്നെ ഒരുപാട് ആളുകളുടെ ആഗ്രഹമായിരുന്നത് ഭൂമി സൗജന്യ നിരക്കിൽ വിറ്റ് തന്ന ആളുകളുണ്ട്. ഇതിന് പിറകിലുള്ള കുടുംബങ്ങളൊക്കെ വലിയ രീതിയിലുള്ള തുകയാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുകാർക്ക് ഒന്നടങ്കം ഉപയോഗപ്പെടുന്ന രീതിയിലാണ് നമുക്ക് ഈ റോഡ് ഇന്ന് ലഭ്യമായതോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാത്ത ഒരുപാട് നാട്ടിലെ കാരണവന്മാരും മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇതിനോട് സഹായിച്ചിട്ടുണ്ട്. അവരോടുള്ള കൃതജ്ഞത കൂടി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വള്ളിയത്ത് റസാഖ്, ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ ചന്ദ്രൻ, താനാളൂർ പഞ്ചായത്ത് അംഗം ഫസീല ഷാജി, യു നാസർ മാസ്റ്റർ, പ്രമീള, സലാം കക്കോടി, VP അബ്ദുൽ ലത്തീഫ്, യു അഹമ്മദ് കുട്ടി, റഷീദ്, ഷാജി, ബാപ്പു തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ ആരാധനായ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ റോഡിൻ്റെ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ചിരകാലാഭിലാഷമായിരുന്ന ഈ റോഡിൻ്റെ എൻ്റെ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്നതും താനാളൂരിൻ്റെ അതിർത്തി പങ്കിടുന്നതുമായ ഈ റോഡിന് എൻ്റെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ റോഡിൻ്റെ കൺസെൻറ്റ് പേപ്പർ തന്നാൽ ഈ 5 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഉള്ളിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഈ റോഡിന് ടാറിംഗ് ആണോ കോൺക്രീറ്റ് ആണോ ഏതാണോ ചെയ്യാൻ ഉചിതം എന്ന് നമുക്കെല്ലാം കൂടി ആലോചിച്ചിട്ട് കൂട്ടായി SHM UP സ്കൂളിൽ സംഘടിപ്പിച്ച ആദരവ് തിരു SI ജലീൽ കടത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകാരനെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ കൂട്ടായി സ്വദേശി സൗഫീഖിനെയും വിദ്യാലയത്തിന്റെ പേരിൽ ആദരിച്ചു. വിദ്യാലയത്തിലെ കായികാധ്യാപകനായിരുന്ന KT റാഫി മാസ്റ്റർക്കുള്ള യാത്രയപ്പം മികച്ച അക്കാദമി വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമാണ് സ്കൂളിൽ നടന്നത്. ഇതോടൊപ്പം കടലകപ്പെട്ട സ്വന്തം കൂട്ടുകാരനെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ കൂട്ടായി സ്വദേശി സൗഫീഖിനെയും വിദ്യാലയത്തിന്റെ പേരിൽ ആദരിച്ചു. തിരു SI ജലീൽ കടത്തേടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിമ്പിളായിട്ട് തൗഫീഖ് ചെയ്ത പ്രവൃത്തി ആരാ നമുക്ക് ജീവൻ നൽകുന്നതാരാ? ജീവൻ ആരാ നൽകുന്ന ആള്? ദൈവം തമ്പുരാനല്ലേ. പിന്നെ ഭൂമിയിൽ ആരാ നൽകുന്ന ആളുകളാരാ? ഡോക്ടേഴ്സല്ലേ നമ്മളെ ജീവൻ രക്ഷപ്പെടുത്തുന്നത്. ദൈവം തമ്പുരാൻ ജീവൻ തരും. അവർ പോയോ ഡോക്ടർ? പിന്നെ നമ്മളെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആരാണ്? ഡോക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ അവരെന്താന്ന് പറയാ? ജീവൻ രക്ഷപ്പെടുത്തുന്നവരെ ദൈവത്തിന്റെ കയ്യിലാണ് പറയാം. അപ്പൊ തൗഫീഖ് ഒരു ജീവനാണെന്ന് രക്ഷപ്പെടുത്തി. PTA പ്രസിഡന്റ് CP മുജീബ് അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപകൻ CK ജോൺ, KT റാഫി, PP അലിക്കുട്ടി, C സെലീന തുടങ്ങിയവർ സംസാരിച്ചു. തിരുമത്സ്യ മാർക്കറ്റ് റോഡ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി.
തിരു മത്സ്യ മാർക്കറ്റ് റോഡ് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി അടിയന്തരമായി ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ മാർക്കറ്റ് കോറിഡോറിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സമയത്ത് ജനങ്ങൾക്ക് ഗതാഗതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് ഒരു നല്ല റോഡാക്കി ഇത് തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം. വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് പണി പൂർത്തീകരിക്കുന്നത്. ഇതിനാവശ്യമായ ഫണ്ട് വെച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അടിയന്തരമായി നമ്മുടെ MK റോഡിൻ്റെ കൂടി പണി പൂർത്തീകരിച്ചാൽ മാർക്കറ്റിലെ ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ, നഗരസഭാ എഞ്ചിനീയർ രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. മാർക്കറ്റ് റോഡിൽ കലുങ്ക് പണിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഒരു മാസത്തിനകം പണി പൂർത്തീകരിക്കാമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇനി മാസങ്ങളെടുക്കും പണി പൂർത്തീകരിക്കാൻ. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പഴം, പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകളിലൊക്കെ കച്ചവടം പകുതിയിലധികം കുറഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞിരുന്നു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ഫുഡ് ഓവർ ബ്രിഡ്ജ് വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ഒരു ഇടവേള കൂടി. സംസ്ഥാനത്ത് വീണ്ടും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 15,768 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,05,513 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 214 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 23,897 ആയി. 21,367 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ പ്രതിദിനം കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് ആശ്വാസം പകരുന്നുണ്ട്. 15,768 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 1,05,513 സാമ്പിളുകൾ പരിശോധിച്ചു. 1,843 രോഗികളുള്ള തൃശൂർ ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. 186 രോഗികളുള്ള കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് രോഗികളുള്ളത്. 214 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 23,897 ആയി. രോഗബാധിതരിൽ 14,746 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചതെന്നത് ആശങ്ക പകരുന്നുണ്ട്. 798 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. 100 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 124 പേർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 21,367 പേർ രോഗമുക്തി നേടി. ഇതോടെ 1,61,195 പേരാണ് രോഗം സ്ഥിരീകരിച്ചിനി ചികിത്സയിലുള്ളത്. 43,54,264 പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,86,600 പേർ നിരീക്ഷണത്തിലുണ്ട്. 4,62,691 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലും നിരീക്ഷണത്തിലാണ്. 23,909 പേരാണ് ആശുപത്രികളിലുള്ളത്. 1,676 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8 മുകളിലുള്ള 678 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 2,507 വാർഡുകളാണുള്ളത്. മലപ്പുറത്ത് ദിനംപ്രതി രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. 1,377 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 12.77% DPR. 2,591 പേർ രോഗമുക്തരായി. ജില്ലയിൽ ആകെ 33 ലക്ഷത്തിലധികം ഡോസ് പ്രതിരോധ വാക്സിനുകൾ വിതരണം ചെയ്തു. മലപ്പുറത്ത് 1,377 പേർക്കാണ് ചൊവ്വാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. 12.77% ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. 2,591 പേർ രോഗമുക്തരാകുകയും ചെയ്തു. ഇതോടെ ജില്ലയിൽ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 5,20,822 ആയി. സമ്പർക്ക രോഗികളുടെ എണ്ണം കൂടുന്നതാണ് ജില്ലയിൽ ആശങ്ക പകരുന്നത്. 1,282 പേർക്കും രോഗബാധയുണ്ടായത് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ്. 25 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമായിട്ടുമില്ല. ആരോഗ്യ പ്രവർത്തകർക്കാർക്കും ചൊവ്വാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 69 പേർക്കും രോഗബാധയുണ്ടായി. 55,208 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 16,795 പേർ ചികിത്സയിലുണ്ട്. 756 പേർ പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിലും 269 പേർ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും 110 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 127 പേരും ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. അതേസമയം മലപ്പുറം ജില്ലയിൽ ഇതുവരെ 33,56,718 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതിൽ 25,28,328 പേർക്ക് ആദ്യ ഡോസും 8,28,390 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനുകളുമാണ് നൽകിയത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായവർക്കെല്ലാം വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ജില്ലയിൽ പുരോഗമിച്ചു വരുന്നു. +1 പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 24 തുടങ്ങി ഒക്ടോബർ 18 വരെയാണ് പരീക്ഷ.
രാവിലെ 9:40 മുതൽ 12:30 വരെയാണ് പരീക്ഷ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ 24 തുടങ്ങി ഒക്ടോബർ 13 അവസാനിക്കും. +1 പരീക്ഷകൾ നടത്താൻ സുപ്രീം കോടതി സർക്കാരിന് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് സർക്കാർ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. +1 പരീക്ഷകൾ എല്ലാ വിഷയങ്ങൾക്കും രാവിലെ 9:40 മുതൽ ആരംഭിക്കും. പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് രാവിലെ 9:40 മുതൽ 12:30 വരെയും പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് 9:40 മുതൽ 12 വരെയുമാണ് പരീക്ഷ നടക്കുക. കൂൾ ഓഫ് ടൈം ഉൾപ്പെടെയാണ് ഇത്. ബയോളജി പരീക്ഷ 9:40 മുതൽ 12:05 വരെ നടക്കും. മ്യൂസിക് പരീക്ഷ 9:40 മുതൽ 11:30 വരെയാണ്. സെപ്റ്റംബർ 24 തുടങ്ങി ഒക്ടോബർ 18 വരെയാണ് +1 പരീക്ഷകൾ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 24 തുടങ്ങി ഒക്ടോബർ 13 അവസാനിക്കും. ഓരോ പരീക്ഷയ്ക്കുമിടയിൽ 5 ദിവസം ഇടവേളയുണ്ടാവും. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ, പുനഃപ്രവേശം, ലാറ്ററൽ എൻട്രി, പ്രൈവറ്റ് ഫുൾ കോഴ്സ് വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും ഈ വിഭാഗത്തിൽ ഇനിയും രജിസ്റ്റർ ചെയ്യേണ്ട വിദ്യാർത്ഥികൾക്കുമായി പ്രത്യേകം പരീക്ഷ നടത്തും. ഇനി പറയുന്ന പ്രകാരമാണ് പരീക്ഷയുടെ ടൈം ടേബിൾ. ആദ്യ പരീക്ഷ സെപ്റ്റംബർ 24 സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഇലക്ട്രോണിക് സർവീസ് ടെക്നോളജി, ഇലക്ട്രോണിക് സിസ്റ്റംസ് വിഭാഗങ്ങളിലാണ് ആദ്യത്തെ പരീക്ഷ. സെപ്റ്റംബർ 28 രണ്ടാമത്തെ പരീക്ഷ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ നടക്കും. സെപ്റ്റംബർ 30 മാത്സ്, പാർട്ട് 3 ലാംഗ്വേജ്, സംസ്കൃത ശാസ്ത്രം, സൈക്കോളജി പരീക്ഷകളും. ഒക്ടോബർ 4 ഫിസിക്സ്, ഇക്കണോമിക്സ് പരീക്ഷകളും. ഒക്ടോബർ 6 ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി പരീക്ഷകളും. ഒക്ടോബർ 8 ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പരീക്ഷകളും നടക്കും. ഒക്ടോബർ 11 പാർട്ട് 1 ഇംഗ്ലീഷും. ഒക്ടോബർ 13 പാർട്ട് 2 ലാംഗ്വേജും, കമ്പ്യൂട്ടർ, IT പരീക്ഷകളും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT പരീക്ഷകളും നടക്കും. ഒക്ടോബർ 18 ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി പരീക്ഷകളും, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷകളും നടക്കും. VHSC വിഭാഗത്തിൽ സെപ്റ്റംബർ 24 ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പരീക്ഷയാണ് ആദ്യം. സെപ്റ്റംബർ 28 കെമിസ്ട്രി, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ് പരീക്ഷകളും. 30 മാത്സ് പരീക്ഷയും. ഒക്ടോബർ 4 ഫിസിക്സ്, എക്കണോമിക്സ് പരീക്ഷകളും. 6 ജിയോഗ്രഫി, അക്കൗണ്ടൻസി പരീക്ഷകളും. 8 ബയോളജി, മാനേജ്മെന്റ് പരീക്ഷകളും. 11 ഇംഗ്ലീഷും. 13 വൊക്കേഷണൽ പരീക്ഷകളും നടക്കും. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുറിവഴിക്കൽ മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ചടങ്ങ് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുറിവഴിക്കൽ മുസ്ലിം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഫുൾ A+ കിട്ടിയ ധാരാളം കുട്ടികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ 100% വിജയമാണ്. പരാജയപ്പെടുന്ന കുട്ടികളില്ല, ജയിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങും. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാൻ പറയാണ്, പഴയ കാലത്ത് നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ അല്ലെങ്കിൽ കേരളത്തിലുടനീളം റിസൾട്ട് വളരെ മോശമാണ്. 100 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ അന്ന് സംസ്ഥാനത്ത് 20% വിജയം. മലപ്പുറം പോലുള്ള പിന്നോക്ക മേഖലകളിൽ അതിനും താഴെ. CK ഷറഫുദ്ദീൻ അധ്യക്ഷനായിരുന്നു. VA ലത്തീഫ്, A അബ്ദുസലാം, N മുഹമ്മദ് കുട്ടി, VP സക്കീന, മുഫ്തിൽ തങ്ങൾ, അനീഷ, KVO മുഹമ്മദ് കാസിം, KVO ജാവേദ്, CM ഷാനാദ്, OA ജമാൽ, KP റഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ എന്ന പ്രമേയമുയർത്തി KPSTA താനൂർ ഉപജില്ലാ കമ്മിറ്റി സായന സദസ്സ് സംഘടിപ്പിച്ചു. DC ജനറൽ സെക്രട്ടറി O രാജൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി KPSTA താനൂർ ഉപജില്ലാ കമ്മിറ്റി സായന സദസ്സ് സംഘടിപ്പിച്ചു. DC ജനറൽ സെക്രട്ടറി O രാജൻ ഉദ്ഘാടനം ചെയ്തു. KPCC ന്യൂനപക്ഷ വിഭാഗം മലപ്പുറം ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഡാനിഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഭരണകൂട ഭീകരത എന്നൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളത് ഒരു ഭരണകൂടം ഏതെങ്കിലും തരത്തിൽ നിയമവാഴ്ചയെ മാനിക്കാതെ അല്ലെങ്കിൽ അവരുടെ തന്നെ പൗരന്മാർക്കെതിരെ, അവിടുത്തെ ജനങ്ങൾക്കെതിരെ ഒരു ഭരണ സംവിധാനത്തിനെ തന്നെ ടോട്ടലി പൂർണ്ണമായും ദുരുപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെയാണ്. അവരെ സംബന്ധിച്ച് തീർച്ചയായും വളച്ചൊടിക്കാൻ അവർ നിർബന്ധിതരാണ്. കാരണം ഈ പറഞ്ഞ യഥാർത്ഥ ചരിത്രത്തിൽ അവർക്കാർക്കും ഒരു പങ്കില്ല. അത് സ്വാഭാവികമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അത്തരമൊരു ഇൻഫീരിയർ കോംപ്ലക്സ് വർക്ക് ചെയ്യുക, ഒരു തരത്തിലുള്ള അപകർഷതാ ബോധം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഉപജില്ലാ പ്രസിഡന്റ് ജിൻഡോ ജേക്കബ് അധ്യക്ഷനായിരുന്നു. താനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് YP ലത്തീഫ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രസന്നകുമാരി ടീച്ചർ, താനൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VP ശശികുമാർ, DCC മെമ്പർ
സി ജയശങ്കർ, KPSTA സംസ്ഥാന കൗൺസിലർമാരായ CP ഹനീഫ, NB ബിജു പ്രസാദ്, EP രാധാമണി, ജില്ലാ വൈസ് പ്രസിഡന്റ് E ഉമേഷ് കുമാർ, തിരുവങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി CP ഷറഫുദ്ദീൻ, സംസ്ഥാന അക്കാദമിക് കൗൺസിൽ കൺവീനർ E അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദിലീപ് കുമാർ, ബിനു മോഹൻ, ഹാരിഷ്, മോഹനൻ, UP ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തിയേറ്ററുകൾ ഉടൻ തുറന്നേക്കും. തിയേറ്ററുകൾ തുറക്കാൻ അനുകൂല സാഹചര്യമെന്ന് മന്ത്രി സജി ചെറിയാൻ. തിരുപ്പൂക്കിൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാറ് മൂലം പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് മഞ്ചേരി സ്റ്റേഡിയം വേദിയാകുന്നു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ മഞ്ചേരിയിൽ നടക്കുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. കേരളത്തിൽ വീണ്ടും ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 15,768 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.